ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഓണം സ്പെഷ്യൽ സേമിയ പായസമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പായസമാണ്. എന്നാലും ഞാനിത് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെ അളവും കൃത്യമായി ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിന് കൂടുതൽ 250 ml കപ്പിൽ 4 കപ്പ് വെള്ളവും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിപ്പിടിക്കാനും മുള്ള പാട കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. നോക്കും, നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ കപ്പാണ് ഞാൻ യൂസ് ചെയ്തത്, 250 ml കപ്പാണ്. ഇനി ഇതിൽ തന്നെ അളവിന് സേമിയ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് സേമിയ. അത് ചെറുതായിട്ട് കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ, കരിയാതെ ശ്രദ്ധിക്കണം. ഇനി അതിനുശേഷം നമ്മുടെ പാല് നല്ല തിളച്ച് വന്നതിന് ശേഷം സേമിയ കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. പാല് ഡയറക്റ്റ് നമ്മൾ ഇടയില്ല, അതുകൊണ്ട് അതിൻ്റെ ഫ്ലെയിം ഫുള്ള് തന്നെ വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നോക്കൂ, നല്ല തിളച്ചു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൽ തന്നെ പാലിൽ തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. എന്നാലാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റി പായസമായിട്ട് കിട്ടുള്ളൂ. കുറച്ച് സമയമാണ്, ഒരു 1/2 hour എങ്കിലും ആവശ്യമാണ്. നോക്കൂ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ വെന്തിട്ടുണ്ട്. പാലും നോക്കൂ, വറ്റി നല്ലൊരു കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. അത് തിളയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംടൈംസ് അത് പിരിയാനുള്ള ചാൻസ് ഉണ്ട്, പാല് പിരിയാൻ. ഇനി പഞ്ചസാര ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് മധുരമായിരുന്നു. അതിട്ട് നല്ലപോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ കുറച്ച് ഏലക്കാപ്പൊടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മുടെ മെയിൻ ഹീറോസായ കാഷ്നട്ടും ഡ്രൈ ഗ്രേപ്സും അത് നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ പായസം ഇല്ല, അങ്ങനെയാണല്ലോ. അത് ചൂടോടെ തന്നെ നമുക്കതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓണം സ്പെഷ്യലായ സേമിയ പായസം ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണിത്. ഈ രീതിയിലൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇതിൽ എക്സ്ട്രാ ഞാൻ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വെറും പാല്, പഞ്ചസാര, സേമിയ, ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.